അപ്പം ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ T0, T1, T2, T3 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഇൻസ്ട്രക്ഷൻ സൈക്കിളിലുള്ള ഫേസസ് ആയിരുന്നു ഫെച്ച്, ഡീകോഡ്, റീഡ് ദ എഫക്റ്റീവ് അഡ്രസ്. ഇൻ കേസ് ഓഫ് ഇൻഡയറക്റ്റ് മെമ്മറി അഡ്രസ്, ഇൻഡയറക്റ്റ് മെമ്മറി അഡ്രസ് ആണെങ്കിൽ എഫക്റ്റീവ് അഡ്രസ് റീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഡീകോഡിങ് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്കാണ് പോവുക, ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനിലോട്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്ന ഫേസിലുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഇൻസ്ട്രക്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ ഏത് ഫേസിൽ നടന്നിട്ടുണ്ടാവും, ഡീകോഡിംഗ് എന്ന് പറയുന്ന ഫേസിൽ നടന്നിട്ടുണ്ടാവും. അതായത് ഡീകോഡിംഗ് കഴിയുമ്പോഴത്തേക്കും മനസ്സിലാവും രജിസ്റ്റർ റെഫറൻസ് ആണോ മെമ്മറി റെഫറൻസ് ആണോ, അതെല്ലാം ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണോ എന്നൊക്കെ ഡീകോഡിംഗ് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും. എന്നിട്ട് എഫക്റ്റീവ് അഡ്രസ് റീഡ് ചെയ്യണമെങ്കിൽ റീഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുന്നു, അതുമായി റിലേറ്റ് ചെയ്ത് ആ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന മൈക്രോ ഓപ്പറേഷൻസ് നടക്കുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ റെഫറൻസ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ രജിസ്റ്റർ റെഫറൻസിൻ്റെ കേസിൽ അതായത് ഓപ്പ് കോഡ് 111 I0 ആവുമ്പോഴാണ് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിട്ടുള്ള ഏത് ഇൻസ്ട്രക്ഷനാണ് നോക്കിയിട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ നടക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് ലൈൻ, അതായത് നമ്മളെ ഡീകോഡ് ചെയ്തെടുത്ത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലുള്ള 12, 13, 14 ഈ 3 ബിറ്റ് ഡീകോഡ് ചെയ്തിട്ട് ഏതെങ്കിലും D0 മുതൽ D6 വരെയുള്ള ഏതെങ്കിലും ഒരു ഡീകോഡർ ലൈൻ ആയിരിക്കും ആക്റ്റീവ് ആവുക, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഓപ്പ് കോഡ്. ഓപ്പ് കോഡ് 000 ആകുമ്പോൾ 1, 001 ആകുമ്പോൾ D000 ആകുമ്പോൾ D0, 001 ആകുമ്പോൾ D1, അങ്ങനെ ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആകുന്നത് എന്നുള്ളത് നമ്മളെ ഇൻസ്ട്രക്ഷൻ ഏതാന്നുള്ളതിനനുസരിച്ചിരിക്കും. അതായത് ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ് ഏതാന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡീകോഡർ ലൈന് ആക്റ്റീവ് ആവും. അതേത് ഡീകോഡർ ലൈന് D0 മുതൽ D6 വരെയുള്ള. D7 ഏതിനാവുള്ളൂ, രജിസ്റ്റർ റെഫറൻസോ ഇൻപുട്ട് ഔട്ട്പുട്ടോ ആകുമ്പോഴേ D7 ആക്റ്റീവ് ആവുള്ളൂ. മെമ്മറി റെഫറൻസിന്റെ കേസിൽ D0 മുതൽ D6 വരെയുള്ള ഏതെങ്കിലും ഒരു ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുന്നത്. So just go through the points. The decoded DI for I equal to 0, 1, 2, 3, 4, 5 up to 6 vare from the operation decoder that belongs to each instruction is included in the table. അതായത് നമ്മൾ ഈ ഒരു ടേബിളിൽ ഉണ്ട് ഓരോ ഇൻസ്ട്രക്ഷനും ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുന്നതെന്ന്. അതായത് ഇപ്പം ആൻഡിന്റെ കേസിൽ ഓപ്പറേഷൻ ഡീകോഡ് ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുക, D0. ആഡ് ആണ്. നമ്മളെ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാന്നുള്ളത് നമ്മൾ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞതാണ്. തുടക്കത്തിലൊക്കെ ഉള്ള ഒരു ക്ലാസ്സിൽ 3 കാറ്റഗറി എക്സ്പ്ലെയിൻ ചെയ്ത. അപ്പം മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാന്നുള്ളത് ബൈഹാർട്ട് ആയിരിക്കണം. രജിസ്റ്റർ റെഫറൻസ് ഏതാ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഏതാ, ആ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. ആൻഡ് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. പക്ഷെ ഈ ഫങ്ഷൻ കോഡ് അത്ര നിർബന്ധമല്ല. ആൻഡിന്റെ കേസിൽ ഓപ്പ് കോഡ് 0 ആയിരിക്കും. ആൻഡ് ഡീകോഡഡ് ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുക, D0. ആഡ് ആണെങ്കിൽ ഓപ്പ് കോഡ് 1 ആയിരിക്കും, 001 ആയിരിക്കും. ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുക, D1. LDA ആണെങ്കിൽ D2. STA ആണെങ്കിൽ LDA എന്ന് പറയുന്നത് ലോഡാണ്. വി വിൽ എക്സ്പ്ലെയിൻ ഇറ്റ്. STA സ്റ്റോർ D3 ആൻഡ് BUN ബ്രാഞ്ച് അൺകണ്ടീഷണലി എന്ന് പറയും, ദാറ്റ് ഇസ് D4. BSA ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ D5. ISZ ആണെങ്കിൽ D6. അങ്ങനെ ഓരോന്നിൻ്റെയും മൈക്രോ ഓപ്പറേഷൻ എന്താണെന്നും കൂടെ പറയുന്നുണ്ട്. ഇനിയുള്ള സ്ലൈഡിൽ അത് ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം the effective address of the instruction is in the address register AR and was placed there during time signal T2 when I equal to 0 or during time signal T3 when I equal to 1. The execution of the memory reference instructions starts with the timing signal T4. അതായത് എഫക്റ്റീവ് അഡ്രസ് എന്താന്നുള്ളത് T2 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ തന്നെ I0 ആവുന്ന കേസിൽ കിട്ടും. I0 ആവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. അതായത് നമ്മളുടെ ഓപ്പ് കോഡ് 0 മുതൽ 6 ആയി കഴിഞ്ഞാൽ അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ നമ്മൾ മെമ്മറി റെഫറൻസിനെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പോൾ ഓപ്പ് കോഡ് 0 മുതൽ 6 ആണ്. I0 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ്. ഐന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എന്താണ്, മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ വിച്ച് ഈസ്
ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. ആ കേസിൽ T2 ടൈമിംഗ് സിഗ്നലിൽ എഫക്റ്റീവ് അഡ്രസ്സ് കിട്ടും. ബട്ട് ഇൻ കേസ് ഓഫ് I ഈക്വൽ ടു 1 ആണെങ്കിൽ, അതായത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ D0 മുതൽ 6 വരെയുള്ള വാല്യൂ ആണ് ഓപ്പ് കോഡ് വരുന്നത്. ടൈമിംഗ് സിഗ്നൽ ഐന്റെ വാല്യൂ 1 ആണെങ്കിൽ ടൈമിംഗ് സിഗ്നൽ T3യിലാണ് എഫക്റ്റീവ് അഡ്രസ്സ് റീഡ് ചെയ്യുന്നത്. എന്നിട്ട് T4ൽ മെമ്മറി ഇൻസ്ട്രക്ഷൻ ഏതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. The execution of the memory reference instructions starts with the timing signal T4. രജിസ്റ്റർ റെഫറൻസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, T3 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നൽ തന്നെ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആവും, അവിടെ തീരും. പക്ഷെ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷന്റെ കേസിൽ അങ്ങനെയല്ല, ടൈമിംഗ് സിഗ്നൽ ഇനിയും ഉണ്ടാവും. അതായത് T4ലാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്നിട്ട് T4ൽ കഴിയാം, അല്ലെങ്കിൽ T5 ടൈമിംഗ് സിഗ്നലും കൂടെ ഉണ്ടാവാം, T6 കൂടെ ഉണ്ടാവാം. എത്ര വരെ എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻസ്ട്രക്ഷൻ, ഏത് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതിനനുസരിച്ചിരിക്കും. അപ്പം ഓരോ ഇൻസ്ട്രക്ഷനും അതിന്റെ ഡീകോഡർ ലൈൻ, ഏതാണ് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആകുന്നത്, അതിന്റെ സിംബോളിക് ഡിസ്ക്രിപ്ഷൻ ആണ് ഈ കൊടുത്തത്. അപ്പൊ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ടു AC എന്നുള്ള ഓപ്പറേഷൻ, അതായത് AC-യിലുള്ള ഇൻസ്ട്രക്ഷനും ആൻഡിന്റെ സിമ്പിൾ അറിയില്ലേ. അപ്പം AC-യിലുള്ള വാല്യൂ ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂയും കൂടെ ആൻഡ് ചെയ്യുക, എന്നിട്ട് AC-യിൽ സ്റ്റോർ ചെയ്യുക. അതാണ് ആൻഡ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുക, അതായത് ആൻഡ് ആണെങ്കിൽ ഓപ്പ് കോഡ് 000 0 ആണ് ഓപ്പ് കോഡ് വരിക, ഓപ്പ് കോഡ് 0 ആയിരിക്കും. ആൻഡ് സോ ദ ഡീകോഡർ ലൈൻ D0 വിൽ ബി ആക്റ്റീവ്. ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണെന്ന് അറിയാലോ, 2 ബിറ്റ് എടുക്കുക, ആ 2 ബിറ്റ് ആൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം 0 ആണെങ്കിൽ the result will be 0, 1 ആണെങ്കിൽ the result will be 1, അങ്ങനെ 0 അങ്ങനെ പറയണമെന്നില്ല. അതായത് രണ്ടും ട്രൂ ആവുന്ന കേസിൽ മാത്രം ട്രൂ ആവുക എന്നുള്ളതാണ് ആൻഡ് ഓപ്പറേഷൻ, അതർവൈസ് the result will be 0. So AND എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, this is an instruction that performs the AND logic operation on pairs of bits in AC and the memory word specified by the effective address. Okay, അതായത് എഫക്റ്റീവ് നമുക്ക് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലുള്ള മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ അക്യുമുലേറ്ററിലുള്ള വാല്യൂവും തമ്മിൽ ആൻഡ് ചെയ്യാം എന്നുള്ളതാണ്. വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ബിറ്റ്സ്, അതായത് 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 നമ്പേഴ്സിലുള്ള 0 പ്ലേസിലുള്ളയും 0th പ്ലേസിലുള്ളയും 2 ബിറ്റ് ആൻഡ് ചെയ്യും, ഫസ്റ്റ് പ്ലേസിലുള്ളയും ഫസ്റ്റ് പ്ലേസിലുള്ളയും 2 ബിറ്റും ആൻഡ് ചെയ്യും. അങ്ങനെ കറസ്പോണ്ടിങ് ബിറ്റ്സ് ആൻഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് AND എന്ന് പറയുന്ന ഓപ്പറേഷൻ. The result of the operation is transferred to AC, the micro operations that executes this instruction. അതായത് ഇതിന്റെ റിസൾട്ട് AC-യിൽ തന്നെ സ്റ്റോർ ചെയ്യും. ഇനി ഇതിന്റെ മൈക്രോ ഓപ്പറേഷൻസ് എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ D0 T4 എന്ന് പറയുന്ന ടൈമിൽ, D0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡീകോഡർ ലൈൻ ഏതാണ് ആക്റ്റീവ്, D0 ആണ് ആക്റ്റീവ്. ആൻഡ് ടൈമിംഗ് സിഗ്നൽ T4 ആണ്. T4ലാണ് ഇതിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതായത് T3യിൽ ഇഫക്റ്റീവ് അഡ്രസ് റീഡ് ചെയ്ത് കഴിയുകയുള്ളൂ, എന്നിട്ട് T4 മുതലാണ് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം D0 T4ൽ എന്താവുന്നു, മെമ്മറി ലൊക്കേഷൻ M of ARലുള്ളത് DR-ലേക്ക് വരുന്നു. അതായത് അക്യുമുലേറ്ററിലുള്ള വാല്യൂ മെമ്മറിയിലുള്ള വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ആൻഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യം മെമ്മറിയിലുള്ള വാല്യൂവിനെ ഒരു ഡാറ്റ രജിസ്റ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് വേണം ഡാറ്റ രജിസ്റ്ററിലുള്ളതും അക്യുമുലേറ്ററിലും തമ്മിലാണ് ആൻഡ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് മെമ്മറിയും അക്യുമുലേറ്ററിനും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. അത് നിങ്ങൾക്ക് കോമൺ ബസ്സിന്റെ ആ ഫിഗർ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. മെമ്മറിയും അക്യുമുലേറ്ററും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. സോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആൻഡ് ചെയ്യണം. നമുക്ക് മെമ്മറിയിലുള്ള ഒരു വാല്യൂ നമ്മുടെ അക്യുമുലേറ്ററിലുള്ള വാല്യൂ തമ്മിലാണ് ആൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ആ പെർട്ടിക്കുലർ വാല്യൂവിനെ ഡാറ്റ രജിസ്റ്ററിലേക്ക് എടുക്കും, എന്നിട്ട് ഡാറ്റ രജിസ്റ്ററിൽ ഉള്ളതും അക്യുമുലേറ്ററും തമ്മിൽ ആൻഡ് ചെയ്യും. സോ ഫസ്റ്റ് ടൈമിംഗ് സിഗ്നൽ T4ൽ, ഫസ്റ്റ് ടൈമിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ള ആദ്യത്തെ ടൈമിംഗ് സിഗ്നൽ T4ൽ T0 T1 T2 ഒക്കെ മുന്നേ എക്സ്പ്ലെയിൻ ചെയ്ത ആ സ്പേസിലൊക്കെ ഓരോന്ന് നടന്ന് എന്നിട്ടിപ്പം T4 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ നമ്മൾ ആ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ ടൈമിംഗ് സിഗ്നൽ ഈസ് T4 ആൻഡ് ദ ഡീകോഡർ ലൈൻ ഏതാ ആക്റ്റീവ്, D0. അപ്പൊ എന്ത് നടക്കുന്നു, M of AR ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷൻ എഫക്റ്റീവ് അഡ്രസ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ലൊക്കേഷനിലുള്ള വാല്യൂ എടുത്തിട്ട് DR ഡാറ്റ രജിസ്റ്ററിലോട്ട് വെച്ച്, ഡാറ്റ രജിസ്റ്റർ എന്തിനാ, ഡാറ്റേനെ ഹോൾഡ് ചെയ്യാനുള്ളതാണ്. ദെൻ
D0 T5 ടൈമിംഗ് സിഗ്നലിൽ D0 മാറൂല എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ പറയുന്നത് ഡീകോഡർ ലൈന് D0 ആക്റ്റീവ് ആകുമ്പോഴുള്ള കാര്യം തന്നെയാണ്, അതായത് ആൻഡിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പം അടുത്ത ടൈമിംഗ് സിഗ്നലായി T5 എന്ത് നടന്നു, ആ AC-യിൽ ഉള്ള വാല്യൂ, ഓൾറെഡി AC-യിലുള്ള വാല്യൂ DR-ലുള്ള ഡാറ്റ രജിസ്റ്ററിൽ ഇപ്പം എടുത്തു കൊണ്ടുവന്ന വാല്യൂ തമ്മിൽ ആൻഡ് ചെയ്തു, എന്നിട്ട് അക്യുമുലേറ്ററിൽ റിസൾട്ട് സ്റ്റോർ ചെയ്തു. അക്യുമുലേറ്ററിലുള്ള വാല്യൂയും ഡാറ്റ രജിസ്റ്ററിലുള്ള വാല്യൂയും തമ്മിൽ ആൻഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തു. അറ്റ് ദ സെയിം ടൈമിംഗ് സിഗ്നലിൽ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുകയും കൂടെ ചെയ്തു. അതായത് ഇനി പുതിയ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സീക്വൻസ് കൗണ്ടർ 0, 1, 2 അങ്ങനെ പോകണേനി. അപ്പം ഓൾറെഡി ഉള്ള സീക്വൻസ് കൗണ്ടർ എവിടെയാണോ എത്തി നിൽക്കുന്നത് ഏതും ആയിക്കോട്ടെ, അതിന് നമ്മൾ ഇപ്പോഴുള്ള ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞതുകൊണ്ട് സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുകയും കൂടെ ചെയ്തു. The control function for this instruction uses the operation decoder D0, since this output of the decoder is active when the instruction has an AND operation whose binary code value is 000. Two timing signals are needed to execute the instruction. അതായത് ഈ നമ്മളെ ആൻഡിന്റെ കേസിൽ ഏത് ഡീകോഡർ ആണ് ആക്റ്റീവ് ആവുന്നത്, D0 ആണ്. ആൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡീകോഡർ ഈസ് D0 ആയിരിക്കും ആക്റ്റീവ് ആവുക. ആൻഡ് ബൈനറി വാല്യൂ, ആൻഡിന്റെ ബൈനറി വാല്യൂ 000 ആണ്. ആൻഡിന്റെ ബൈനറി വാല്യൂ 000 ആണ്. അപ്പം ഈ 000 ആണ് നമ്മുടെ ഓപ്പ് കോഡ് എന്നുണ്ടെങ്കിൽ D0 എന്ന് പറയുന്ന ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുന്നത്. ആൻഡ് ഈ ആൻഡ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കഴിയുന്നത് 2 ടൈമിംഗ് സിഗ്നൽ എടുത്തിട്ടാണ്. അതായത് ആൻഡിന്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും, T4-ൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് T4-ൽ ഒരു പെർട്ടിക്കുലർ മൈക്രോ ഓപ്പറേഷൻ നടന്നു. അതെന്താന്നുള്ളത് നമ്മൾ പറഞ്ഞില്ല. T5-ൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനും മൈക്രോ ഓപ്പറേഷനും കൂടെ നടന്നു. അങ്ങനെ T4, T5 ഇങ്ങനെ 2 ടൈമിംഗ് സിഗ്നൽ എടുക്കുന്നുണ്ട് ആൻഡിന്റെ എക്സിക്യൂഷൻ കഴിയാനായിട്ട്. സോ 2 ടൈമിംഗ് സിഗ്നൽസ് ആർ നീഡഡ് ടു എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ. അപ്പം T0 മുതൽ T5 വരെ ഉണ്ടായിരിക്കും ആൻഡ് ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷന് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്. അപ്പം അതായത് ഫെച്ച് കഴിഞ്ഞ് ഡീകോഡിങ് കഴിഞ്ഞ് പിന്നെ ഏതാണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് എഫക്റ്റീവ് അഡ്രസ് റീഡ് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത് T4, T5-ൽ മൈക്രോ ഓപ്പറേഷൻ നടന്ന് അങ്ങനെ എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്ക് T5 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നൽ ആകുമ്പോഴത്തേക്കാണ് ആൻഡിന്റെ എക്സിക്യൂഷൻ കഴിയുന്നത്. The clock transition associated with the timing signal T4 transfers the operand from memory into DR. അതായത് T4 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ മെമ്മറിയിൽ നിന്ന് ഓപ്പറൻറ്റിനെ എടുത്തിട്ട് ഡാറ്റേനെ എടുത്തിട്ട് DR-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യും T4 ടൈമിംഗ് സിഗ്നലിൽ. The clock transition associated with the next timing signal T5 transfers to AC the result of AND logic operation between the contents of DR and AC. DR-ഉം AC-യും തമ്മിൽ DR-ന്റെ ഡാറ്റ രജിസ്റ്ററിലെയും അക്യുമുലേറ്ററിലെയും കണ്ടന്റിനെ ആൻഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള ഓപ്പറേഷനാണ് T5 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ നടക്കുന്നത്. The same clock transition clears SC to 0, transferring control to timing signal T0 to start a new instruction cycle. അതേ ടൈമിംഗ് സിഗ്നൽ, അതായത് T5 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ തന്നെ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുകയും കൂടെ ചെയ്യും. എന്നിട്ട് ടൈമിംഗ് സിഗ്നൽ വീണ്ടും ഏതിൽ തുടങ്ങും, T0-ൽ തുടങ്ങും. അടുത്ത ഇൻസ്ട്രക്ഷൻ സൈക്കിൾ തുടങ്ങുമ്പോൾ വീണ്ടും T0 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ മുതൽ തുടങ്ങും. അതായത് T5-ൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുമ്പോൾ ടൈമിംഗ് സിഗ്നലും എന്ത് മുതൽ ഇനി സ്റ്റാർട്ട് ചെയ്യും, T0 മുതൽ. പുതിയ ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ സൈക്കിൾ T0 മുതൽ സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് ആഡ്. ആഡിന്റെ ഓപ്പ് കോഡ് വരിക 001 ആണ്. സോ D1 എന്ന് പറയുന്ന ഡീകോഡർ ലൈൻ ആണ് ആക്റ്റീവ് ആവുക. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യും ബിറ്റ്വീൻ അക്യുമുലേറ്റർ ആൻഡ് മെമ്മറി കണ്ടന്റ്. ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള വാല്യൂ, അതായത് ഓപ്പറന്റ് ഡാറ്റയും അക്യുമുലേറ്ററിലുള്ള വാല്യൂയും തമ്മിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, this instruction adds the contents of the memory word specified by the effective address to the value of AC. add operation എന്താ അറിയാലോ, 000. 0-ഉം 1-ഉം ആഡ് ചെയ്താലും റിസൾട്ട് 1, 1-ഉം 0-ഉം ആഡ് ചെയ്താലും റിസൾട്ട് 1, 1-ഉം 1-ഉം ആഡ് ചെയ്താൽ റിസൾട്ട് വിൽ ബി 0 വിത്ത് എ ക്യാരി 1. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്.
Okay, the sum is transferred into AC and the output carry C out is transferred to the E. E ആണ് extended flip accumulator എന്ന് പറയും. E എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പോകും. അതായത് ഈ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റും ആൻഡ് ഒരു പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലുള്ള കണ്ടന്റും കൂടെ ഉള്ള ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. ആൻഡ് ക്യാരി എങ്ങോട്ടും പോകും. ക്യാരി ഉണ്ടെങ്കിൽ ക്യാരി എങ്ങോട്ടേക്ക് പോകും? ഇ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് പോകും. ഇ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് എക്സ്റ്റെൻഡഡ് അക്യുമുലേറ്റർ എന്ന് പറയും. അക്യുമുലേറ്ററിന്റെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗമാണ്. അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്തിട്ട് ബാക്കിയുള്ളത്, അതായത് ക്യാരിന്റെ ഒക്കെ കേസിൽ ക്യാരി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ്. The micro operations needed to execute this instruction are, എന്തൊക്കെയാണ് മൈക്രോ ഓപ്പറേഷൻ എന്ന് വെച്ചാൽ ആഡിന്റെ മൈക്രോ ഓപ്പറേഷൻസ് എം ഓഫ് എ ആർ ഡി ആറിലോട്ട് വരും. ദാറ്റ് ഇസ് നമുക്ക് എ സിയിലുള്ളതും മെമ്മറിയിലുള്ളതും ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു? ആദ്യം മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് ആ ഓപ്പറന്റിനെ എടുത്തിട്ട് ഡി ആറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു. ഓക്കെ, അതിന് ശേഷം അപ്പം D1 T4 എന്ത് നടക്കുന്നു? കൺട്രോൾ ഫംഗ്ഷൻ D1 T4 ആകുമ്പോൾ D1 എന്ന് ഉദ്ദേശിച്ചത് ഡീകോഡർ ലൈന് D1 ആയിരിക്കും ആക്റ്റീവ് ഇൻ കേസ് ഓഫ് 001. 001 ആണ് ആഡിന്റെ കോഡ്, ആഡിന്റെ ഓപ്പ് കോഡ്. ആഡിന്റെ ഓപ്പ് കോഡ് 001 ആണ്. 1 ആണ് എന്നുണ്ടെങ്കിൽ ഡീകോഡർ ലൈന് D1 ആയിരിക്കും ആക്റ്റീവ്. ആൻഡ് ടൈമിംഗ് സിഗ്നൽ T4. T4ലാണ് നമ്മുടെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ആ സമയത്ത് നടക്കുന്ന മൈക്രോ ഓപ്പറേഷൻ? മെമ്മറിയിലുള്ള കണ്ടന്റിനെ നമുക്ക് ഏതാണ് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെടുത്തിട്ട് ഡി ആറിലോട്ട് ഡാറ്റ രജിസ്റ്ററിലോട്ട് വരും. എന്നിട്ട് അടുത്ത ടൈമിംഗ് സിഗ്നൽ T5 എന്ത് നടക്കുന്നു? എ സി പ്ലസ് ഡി ആർ, എ സിയിലുള്ള കണ്ടന്റും ഡി ആറിലുള്ള ഡാറ്റ രജിസ്റ്ററിലുള്ള കണ്ടന്റും കൂടെ ആഡ് ചെയ്യുന്നു. റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് സി ഔട്ട് ക്യാരി, അവിടെ നിന്നുള്ള ക്യാരി സി ഔട്ട് എന്ന്, ക്യാരിക്കാണ് സി ഔട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാരി ഇ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം സിഗ്നലിൽ തന്നെ എന്തും കൂടെ നടക്കുന്നു? സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുകയും കൂടെ ചെയ്യുന്നു. കാര്യം നമ്മൾ ആഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞു. ഇനി ടൈമിംഗ് സിഗ്നൽ T0 മുതൽ അടുത്ത ഇൻസ്ട്രക്ഷന്റെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ T0 മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ട് സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും കൂടെ ചെയ്യും. ഏത് ഇൻസ്ട്രക്ഷന്റെയും എക്സിക്യൂഷൻ ഫിനിഷ് ആയി കഴിഞ്ഞാൽ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും. എന്താ വെച്ചാൽ പിന്നെ വീണ്ടും ടൈമിംഗ് സിഗ്നൽ പുതിയതായിട്ട് തുടങ്ങണം. അടുത്ത ഇൻസ്ട്രക്ഷന്റെ ഫെച്ച് T0 മുതൽ അങ്ങനെയായിട്ട് തുടങ്ങണം. ഓക്കെ, അതുകൊണ്ട് എല്ലാ ഇൻസ്ട്രക്ഷന്റെയും ലാസ്റ്റ് മൈക്രോ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും കൂടെ ചെയ്യും. അപ്പം the same two timing signals T4 and T5 are used again but with operation decoder D1 instead of D0 which was used for the AND instruction. അതായത് ആൻഡിന് D0 യൂസ് ചെയ്തതിന് പകരം ഇവിടെ ആഡിന് ഏതാണ്? 1 ആണ്. ഡീകോഡർ ലൈന് D1 ആണ് യൂസ് ചെയ്യുന്നത്. ടൈമിംഗ് സിഗ്നൽ T4 T5 ഈ രണ്ട് ടൈമിംഗ് സിഗ്നൽ തന്നെയാണ് ആഡിനും വേണ്ടി വരുന്നത്. And after the instruction is fetched from memory and decoded, only one output of the operation decoder will be active and that output determines the sequence of micro operations that the control follows during the execution of memory reference instruction. Okay, ഏത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും നമ്മുടെ മെമ്മറി ഡീകോഡിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുന്നുള്ളൂ. അത് ഏത് ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുന്നതെന്നുള്ളതിനനുസരിച്ചാണ് ഇനി നടക്കുന്ന മൈക്രോ ഓപ്പറേഷൻസ് ഏതൊക്കെ. അതായത് ഏത് ഡീകോഡർ ലൈൻ D0 ആണ് ആക്റ്റീവ് ആവുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മൈക്രോ ഓപ്പറേഷൻസ് ആണ് നടക്കുക. അതായത് നമ്മൾ പറഞ്ഞു ആൻഡിന്റെ മൈക്രോ ഓപ്പറേഷൻസ് ആണ് നടക്കുക. D1 എന്ന് പറയുന്ന ഡീകോഡർ ലൈനാണ് ആക്റ്റീവ് ആവുന്നതെന്നുണ്ടെങ്കിൽ ആഡിന്റെ മൈക്രോ ഓപ്പറേഷൻസ് ആണ് നടക്കുക. അങ്ങനെ പോകും ഏത് ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും. The third instruction is LDA, load to AC. This instruction transfers the memory word. Load to AC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ ഒരു ഓപ്പറന്റിനെ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അക്യുമുലേറ്ററിലേക്ക് എടുക്കുക, അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് LDA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ, ലോഡ് ടു AC. This instruction transfers the memory word specified by the effective address to AC. അതായത് എഫക്റ്റീവ് അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ആ പെർട്ടിക്കുലർ അഡ്രസ്സിൽ പോയിട്ട് അവിടെയുള്ള ഡാറ്റേനെ എടുത്തിട്ട് അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യാം. അതാണ് ലോഡ്. The micro operations needed to execute this instruction are D2, T4. അതിലെ കൺട്രോൾ ഫംഗ്ഷൻ വരിക. കാര്യം LDന്റെ കേസിൽ ഡീകോഡർ ലൈൻ D2 ആയിരിക്കും ആക്റ്റീവ് ആവുക. അതായത് 2 ആണ് ഓപ്പ് കോഡ് വരിക. അപ്പം ഏത് ഡീകോഡർ ലൈൻ ആക്റ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ D2 ആണ്. ആൻഡ് T4 ടൈമിംഗ് സിഗ്നൽ ആയിട്ട് ആണ് നമ്മൾ ഇനി മൈക്രോ ഓപ്പറേഷൻ നടക്കാൻ തുടങ്ങുന്നത്. ഏതിലാണ്?
T4 എക്സിക്യൂഷൻ തുടങ്ങുന്നത് T4ലാണ്. സോ T2, D2, T4 എന്ത് ഓപ്പറേഷനാണ് നടക്കുക, എന്ത് മൈക്രോ ഓപ്പറേഷനാണ് നടക്കുക? മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ആ പെർട്ടിക്കുലർ ഡാറ്റ, നമുക്ക് ലോഡ് ചെയ്യാനുള്ള ഡാറ്റേനെ എടുത്തിട്ട് എങ്ങോട്ടേക്ക് എടുക്കും? DR എടുക്കും. അതായത് നേരെ മെമ്മറി ലൊക്കേഷൻ AC ലോഡ് ചെയ്യാൻ പറ്റില്ല. മെമ്മറിയും AC തമ്മിൽ ഡയറക്റ്റ് ഒരു ഓപ്പറേഷനും നടത്താൻ പറ്റില്ല. അപ്പം ആദ്യം മെമ്മറി ലൊക്കേഷനിലുള്ള നമ്മൾ എഫക്റ്റീവ് അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ആ ലൊക്കേഷനിൽ പോയിട്ട് ഡാറ്റേനെ എടുക്കുന്നു, ഓപ്പറൻറ്റിനെ എടുക്കുന്നു. ലോഡ് ചെയ്യാനുള്ള അക്യുമുലേറ്ററിൽ ലോഡ് ചെയ്യാനുള്ള ഓപ്പറൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എടുക്കുന്നു. എന്നിട്ട് ഡാറ്റ രജിസ്റ്ററിലോട്ട് മാറ്റും, ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അടുത്ത ടൈമിംഗ് സിഗ്നൽ T5 എന്ത് നടക്കും? ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് ആ ഡാറ്റേനെ എടുത്തിട്ട് അക്യുമുലേറ്ററിൽ മാറ്റും. ഫോർ എക്സാമ്പിൾ ഇനി അതായത് ആ ടൈമിംഗ് സിഗ്നലിൽ ഒരു ഓപ്പറേഷനും കൂടെ നടക്കും, സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും കൂടെ ചെയ്യും. അപ്പോൾ എന്താണ്? ദ ആഡർ ആൻഡ് ലോജിക് സർക്യൂട്ട് റിസീവ് ഇൻഫർമേഷൻ ഫ്രം DR വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു AC. ആദ്യം മെമ്മറിയിൽ നിന്ന് DR വന്നു, ആ DRലുള്ള ഡാറ്റേനെ AC ട്രാൻസ്ഫർ ചെയ്യുന്നു. Therefore, it is necessary to read the memory word into DR first and then transfers the content of DR into AC. ആദ്യം DR എടുക്കുക, എന്നിട്ട് DR AC മാറ്റുക. അതാണ് LDA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ലോഡ് ടു അക്യുമുലേറ്ററിന്റെ മൈക്രോ ഓപ്പറേഷൻസ് ആയിട്ട് നടക്കുന്നത്. ആദ്യം DR വരിക, ദെൻ DR AC മാറ്റുക. STA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. അതായത് അക്യുമുലേറ്ററിലുള്ള ഒരു കണ്ടന്റിനെ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ LDA STA രണ്ടും ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. STA എന്താ? സ്റ്റോറാണ്. സ്റ്റോർ നമ്മളെപ്പോഴും എവിടെയാ ചെയ്യുക? മെമ്മറിയിലാണ് ചെയ്യുക. അപ്പം അക്യുമുലേറ്ററിലുള്ള ഒരു കണ്ടന്റ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യാനുള്ളതാണ് STA. LDA ലോഡ് എന്ന് പറഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് അക്യുമുലേറ്ററിലോട്ട് ലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ പറയുന്നത് STA, സ്റ്റോർ AC, വിച്ച് മീൻസ് ACയിലുള്ള ഒരു കണ്ടന്റ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുക. അതാണ് STA എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. This instruction stores the content of AC into the memory word specified by the effective address. Effective address ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിലോട്ട് ആ മെമ്മറി അഡ്രസ്സിലേക്ക് നമ്മുടെ അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് സ്റ്റോർ ചെയ്യാം. ദാറ്റ് ഇസ് ദ ഇൻസ്ട്രക്ഷൻ STA. Since the output of AC is applied to the bus and the data input of memory is connected to the bus, we can execute this instruction with one micro operation. അപ്പം ACയിൽ നിന്ന് നമുക്ക് മെമ്മറിയിലോട്ട്, അതായത് ACയിലെ ഔട്ട്പുട്ടും മെമ്മറിന്റെ ഇൻപുട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്. കോമൺ ബസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഈ ഒരു ഓപ്പറേഷൻ, സ്റ്റോർ എന്ന് പറയുന്ന ഓപ്പറേഷൻ മാത്രം ഡയറക്റ്റ് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരൊറ്റ ടൈമിംഗ് സിഗ്നലിൽ ചെയ്യാൻ പറ്റും. അതായത് D3 ആണ് STA കേസിൽ. ഡീകോഡർ ലൈൻ ഏതാണ് ആക്റ്റീവ് ആവുക? D3 ആണ്. അതായത് ഓപ്പ് കോഡ് 3 ആണ് വരിക സ്റ്റോറിന്റെ. അതുകൊണ്ട് ഡീകോഡർ ലൈൻ D3 ആണ് ആക്റ്റീവ്. ആൻഡ് ടൈമിംഗ് സിഗ്നൽ T4. ആ T4 എന്ന് പറയുന്ന ഒറ്റ ടൈമിംഗ് സിഗ്നലിൽ STA എന്ന് പറയുന്ന ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവും. അതായത് അക്യുമുലേറ്ററിലുള്ള കണ്ടന്റ് മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുകയും കൂടി ചെയ്തു. അടുത്ത ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് അൺകണ്ടീഷണലി എന്ന് പറയും. ദിസ് ഇൻസ്ട്രക്ഷൻ ട്രാൻസ്ഫേഴ്സ് ബ്രാഞ്ച് അൺകണ്ടീഷണലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചിങ്. ഇപ്പൊ നോർമലി PC ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ആ ഇൻക്രിമെന്റ് ചെയ്യുന്ന പോകുന്നതിന് പകരം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അഡ്രസ്സിലോട്ട് ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനിലേക്ക് നേരെ ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രാഞ്ച് അൺകണ്ടീഷണലി. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇഫ് ഒരു കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തിട്ട് ചിലപ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ട, പകരം അതിൻ്റെ അടുത്ത ഇൻസ്ട്രക്ഷനൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ബ്രാഞ്ചിങ് നേരെ സീക്വൻഷ്യലി പോകുന്നതിന് പകരം എവിടത്തേക്കെങ്കിലും ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബ്രാഞ്ച് അൺകണ്ടീഷണലി. അപ്പം PC ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യുക ബേസിക്കലി. അപ്പം PCയിൽ ഒരു ഡയറക്റ്റ് വാല്യൂ വന്നിട്ട് അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യാനുള്ളതാണ് ബ്രാഞ്ച് അൺകണ്ടീഷണലി. ഞാൻ അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ അധികം വീണ്ടും പറയുന്നില്ല. This instruction transfers the program to the instruction specified by the effective address. അതായത് ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് പറയും, ആ അഡ്രസ്സിലോട്ട് നേരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രോഗ്രാം കൺട്രോള്. അതായത് എക്സിക്യൂഷൻ കൺട്രോൾ ഓഫ് എക്സിക്യൂഷൻ ട്രാൻസ്ഫേഴ്സ് ടു എ പെർട്ടിക്കുലർ അഡ്രസ്. അതാണ് ബ്രാഞ്ച് അൺകണ്ടീഷണലി. Remember that PC holds the address of the instruction to be read from memory in the next instruction cycle. അതായത് നമ്മുടെ PCന്റെ ബേസിക് ആയിട്ടുള്ള എങ്ങനെയാ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, PC എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ അഡ്രസ്സാണ് PCയിൽ ഉണ്ടാവുക. ബേസിക്കലി PC is incremented at time T0 to prepare it for the address of the next instruction in the program sequence.
T1 ഇവിടെ നൊട്ടേഷൻ ചെറിയൊരു എന്താ ടൈപ്പിങ്ങിൻ്റെ ഒരു ഇത് പറ്റിന്. അറ്റ് ടൈം T1 ആണ്. അതായത് നമുക്കറിയാം T0 ഒരു ഫെച്ച് ആണെന്ന്, T1 ഡീകോഡ് ആ സമയത്ത് തന്നെയായിരുന്നു. T0 T1 ആണ് എന്ത് നടക്കുന്നതിനും ഫെച്ച് ആൻഡ് ഡീകോഡ് എന്ന് പറയുന്നത് മൊത്തം കംപ്ലീറ്റ് ആവുന്നതാണ് T2 ആകുമ്പോഴത്തേക്ക്. അപ്പം T0 T1 പി സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാന്ന് പറയുന്ന മൈക്രോ ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് ഇൻസ്ട്രക്ഷൻ സൈക്കിള് സ്റ്റാർട്ടിങ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. T1 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ എന്ത് നടക്കുന്നുണ്ടേനും പി സി പ്ലസ് 1 ആവാന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, പി സി is incremented at time T1 to prepare it for the address of the next instruction. അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പി സി ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ട് at time T1. The burn instruction allows the programmer to specify an instruction out of sequence, and we say that the program branches or jumps unconditionally. Burn instruction എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സീക്വൻസിൽ പോകുന്നത് നേരെ ആ ഒരു ഓർഡർ, ലീനിയർലി പോകുന്ന ആ ഒരു ഓർഡർ മാറിയിട്ട് ഒരു പെർട്ടിക്കുലർ പോർഷനിലോട്ട്, പെർട്ടിക്കുലർ അഡ്രസ് ഇൻസ്ട്രക്ഷനിലോട്ട് ജമ്പ് ചെയ്യാനായിട്ട് അലോ ചെയ്യുന്നു. The instruction is executed with one micro operation. ബൺ ആണെങ്കിൽ D5 ആണ്. ബൺ ആണെങ്കിൽ D4 ആണ്. ഓക്കെ, ബൺ ആണെങ്കിൽ D4 ആയിരിക്കും ഡീകോഡർ ലൈൻ ആക്റ്റീവ് ആവുന്നത്. ആൻഡ് ടൈമിംഗ് സിഗ്നൽ T4 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നലിൽ എന്ത് നടക്കുന്നു? ARലുള്ള വാല്യൂ പി സിയിലോട്ട് വരുന്നു. അതായത് പി സി ഇൻക്രിമെന്റ് ചെയ്ത് പോകുന്നത് പി സി പ്ലസ് 1 ആകുന്നതിന് പകരം ഡയറക്റ്റ് ആയിട്ട് ഒരു അഡ്രസ്സ് പറഞ്ഞിട്ട് ആ അഡ്രസ്സ് പി സിയിലോട്ട് അസൈൻ ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുന്നു. ഇതാണ് ബണ്ണിന്റെ സമയത്ത് നടക്കുന്നത്. രണ്ട് വീഡിയോയും കൂടെ നോക്കണേ. ഇവിടെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, പക്ഷെ മറ്റേ വീഡിയോയിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്നാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം സീക്വൻസ് കൗണ്ടർ ക്ലിയറിംഗ് കൂടെ ചെയ്യുന്നു. The effective address from AR is transferred through the common bus to PC. Okay, effective address common bus വഴിയാണ് AR ന്ന് PC ലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Resetting sequence counter to 0 transfers control to T0. The next instruction is then fetched and executed from the memory address given by the new value in PC. അപ്പം അടുത്ത പി സിയിലുള്ള വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂയിലുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ സൈക്കിൾ തുടങ്ങുന്നത്. അതായത് അടുത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും? പി സിയിൽ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ടാവും, ആ വാല്യൂയിലുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അതായത് പി സി സാധാരണ ഇൻക്രിമെന്റ് ചെയ്ത് പോവുക ചെയ്യുക. അപ്പൊ ഇപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പി സിയിൽ അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സാണ് വരിക. എന്നിട്ട് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനിലോട്ടാണ് പോവാം. പകരം ഇപ്പോഴുള്ള ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ പി സി ഇൻക്രിമെന്റ് ചെയ്യുന്നതിന് പകരം അവിടെ വേറൊരു വാല്യൂ വന്നിട്ടുണ്ടാവും, ഏതോ ഒരു ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഇൻസ്ട്രക്ഷൻ ഫോർ എക്സാമ്പിൾ രണ്ടാമത്തെ ലൈനിലെ ഇൻസ്ട്രക്ഷൻ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പി സിയിൽ ചിലപ്പോൾ ഇനി ഒരു 10ാമത്തെ ലൈൻ അഡ്രസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പം രണ്ടാമത്തെ കഴിഞ്ഞാൽ നേരെ ആ 10ാമത്തെ ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ ആണ് അടുത്തായിട്ട് നടക്കുക. മൂന്നാമത്തെ നടക്കുന്നതിന് പകരം 10ാമത്തെ തന്നെയാണ് നടക്കുക. അതാണ് ബ്രാഞ്ച് അൺകണ്ടീഷണലി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷന്റെ സമയത്ത് നടക്കുന്നത്. അടുത്ത ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്. This instruction is useful for branching to a portion of the program called a subroutine or procedure. അതായത് ബ്രാഞ്ച് അൺകണ്ടീഷണലി തന്നെയാണ്, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്. അതായത് ഇപ്പോൾ രണ്ടാമത്തെ ലൈനിൽ 10ാമത്തെ ലൈനിലേക്ക് പോകുമ്പോൾ ആ 10ാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് 3ാമത്തെ ഇൻസ്ട്രക്ഷനിലോട്ട് വരണം. അതിനു വേണ്ടിയിട്ട് അതായത് റിട്ടേൺ അഡ്രസ് എവിടെയായിരുന്നോ നിർത്തിയത്, എവിടുന്നാണ് എങ്ങോട്ടോ ബ്രാഞ്ച് ചെയ്തത്, ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന് എങ്ങോട്ടോ ബ്രാഞ്ച് ചെയ്തില്ല, ആ ബ്രാഞ്ച് ചെയ്ത ഇൻസ്ട്രക്ഷന്റെ എക്സിക്യൂഷൻ കഴിഞ്ഞാൽ തിരിച്ചു വീണ്ടും നമ്മൾ പഴയ സ്ഥലത്ത് തന്നെ വരണം. അതിനു വേണ്ടിയിട്ട് റിട്ടേൺ അഡ്രസ്സും കൂടെ സേവ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ബ്രാഞ്ച് ആൻഡ് സേവ് റിട്ടേൺ അഡ്രസ്സിൽ നടക്കുന്നത്. So BSA instruction is useful for branching to a portion of the program called a subroutine or procedure. സബ്റൂട്ടീൻ അല്ലെങ്കിൽ പ്രൊസീജിയർ എന്നൊക്കെ പറഞ്ഞാൽ ഫംഗ്ഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ ഒരു എക്സിക്യൂഷൻ പാറ്റേൺ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു പോയിന്റ് മെയിനെന്നോ എവിടെന്നെങ്കിലും മെയിൻ ഫംഗ്ഷനെന്നോ എവിടെന്നെങ്കിലും ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും. അപ്പോൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നു, ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു,
ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും നമ്മൾ എവിടുന്നാ കോൾ ചെയ്തതെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വരും അല്ലേ. അതായത് നെക്സ്റ്റ് കോൾ ചെയ്ത ലൈനിൽ നിന്നുള്ള നെക്സ്റ്റ് ലൈനോട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം അതന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇപ്പം ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ സബ് റൂട്ടീൻ കോളൊക്കെ വരുന്ന സമയത്ത് ദാറ്റ് ഈസ് ഫംഗ്ഷൻ റിട്ടേൺ അഡ്രസ്സ് സേവ് ചെയ്യണം. അപ്പം തിരിച്ചു പോകുമ്പോൾ പി സിയിൽ ഇപ്പോൾ ഉള്ള വാല്യൂവിനെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ +1 നെക്സ്റ്റ് വാല്യൂ ഒരു സ്റ്റാക്കിലെങ്ങാനും സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റാക്കിലൊക്കെയാണ് സാധാരണ ഈ VSA ഇൻസ്ട്രക്ഷൻ്റെ സമയത്ത് റിട്ടേൺ അഡ്രസ്സൊക്കെ സേവ് ചെയ്യുന്നത്. എന്നിട്ട് തിരിച്ച് നമ്മുടെ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്കിൽ പോയിട്ട് ആ വാല്യൂ നോക്കിയിട്ട് ആ ഇൻസ്ട്രക്ഷൻ തൊട്ട് പി സിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പി സിയിലുള്ള വാല്യൂ ആണ് ശരിക്കും സ്റ്റാക്കിൽ ഉണ്ടാവുക. അപ്പം അവിടെ നിന്നോട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇത് ഇപ്പം ഈ സ്ലൈഡിൽ വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഞാൻ എഴുതി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് പോയിന്റ്സ് റീഡ് ചെയ്യുന്നേ ഉള്ളൂ. When executed, the BSA instruction stores the address of the next instruction in sequence into a memory location specified by the effective address. അതായത് BSA ഇൻസ്ട്രക്ഷൻ്റെ സമയത്ത് എക്സിക്യൂഷൻ്റെ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത അഡ്രസ്സ്, അതായത് നമ്മളെ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ ഏതോ ഒരു ലൈന് അതാണ് ഈ സബ് റൂട്ടീൻ കോൾ നടത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എവിടെയെങ്കിലും ഒരു സ്റ്റോർ ചെയ്യും. എന്നിട്ട് effective address +1 is then transferred to PC to serve as the address of the first instruction in the subroutine. ഓക്കെ, ഓൾറെഡി എഴുതി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല, വെറുതെ ഈ ലെങ്ത് കൂട്ടുന്നില്ല വീഡിയോൻ്റെ. ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Now one more instruction, ISZ, increment and skip if 0. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡാറ്റ ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു വാല്യൂ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുക. ആ ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള വാല്യൂ 0 ആണെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യുക. അതായത് ഇപ്പം 2, 3, 4 ഇങ്ങനെ ലൈൻ പ്രോഗ്രാം ലൈൻസ് അസ്യൂം ചെയ്യാം. അപ്പം സെക്കൻഡ് ലൈനിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് നമ്മുടെ ISZ എന്നുണ്ടെങ്കിൽ, അപ്പം സെക്കൻഡ് ലൈനിൽ ഉള്ള ISZ ഇൻസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യുക. എന്താണെങ്കിൽ ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് കിട്ടിയ വാല്യൂ 0 ആണെങ്കിൽ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യുക. അതാണ് ഇൻക്രിമെൻ്റ് ആൻഡ് സ്കിപ്പ് ഇഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ്റെ അടുത്തത്, ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ISZ. അപ്പം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രിമെൻ്റ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ ഉള്ളൊരു ഒരു മെമ്മറി ലൊക്കേഷനിലുള്ള ഒരു വാല്യൂ നമ്മൾ അഡ്രസ്സ് പറയും, ആ അഡ്രസ്സിലുള്ള വാല്യൂ ഇൻക്രിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് ISZ. എന്നിട്ട് ഇൻക്രിമെൻ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ, ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 0 ആണെങ്കിൽ, ഇൻക്രിമെൻ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം 2's കോംപ്ലിമെൻറ്റ് റെപ്രസെൻറ്റേഷനൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നമുക്കറിയാം. അതായത് ഒരു 1's കോംപ്ലിമെൻറ്റിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് പിന്നെയും അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോഴൊക്കെ 0 വാല്യൂ ആവും. അത് ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനൊന്നും നിങ്ങൾ ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അത്ര പഠിക്കേണ്ടയില്ല. എന്താണ് ഇൻസ്ട്രക്ഷൻ എന്ന് മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ വർക്കിംഗ് ഒന്നും പഠിക്കണമെന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ 0 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ISZ. ഇത് ഞാൻ വീണ്ടും പറഞ്ഞ പോലെ വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വേറെ എഴുതി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. This instruction increments the word specified by the effective address, and if the incremented value is equal to 0, PC is incremented by 1. Since it is not possible to increment a word inside the memory, it is necessary to read the word into DR, increment DR, and store the word back into memory. അതായത് മെമ്മറിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെമ്മറിയിൽ നിന്ന് ആ വാല്യൂവിനെ ഡാറ്റ രജിസ്റ്ററിലേക്ക് എടുത്തിട്ട് ഡാറ്റ രജിസ്റ്ററിൽ നിന്നാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, മെമ്മറിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ മെമ്മറിയിൽ നിന്ന് DRലേക്ക് ആദ്യം എടുക്കും, എന്നിട്ട് DR +1 ആവും, എന്നിട്ട് ആ വാല്യൂ 0 ആണെങ്കിൽ PC-യിലുള്ള അടുത്ത PC നെക്സ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതിന് പകരം PC അടുത്ത ഇപ്പോൾ ഉള്ള വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും, അതായത് സ്കിപ്പ് ചെയ്യും, അടുത്ത ഒരു ഇൻസ്ട്രക്ഷൻ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് ISZ. ഇത് നിങ്ങൾ നോക്കിയാൽ മതി പോയിന്റ്സ്, വീണ്ടും ഞാൻ വായിക്കുന്നില്ല. These are the memory reference instructions. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.
ഇത് കൂടാതെ സ്ലൈഡ് കൂടാതെ പേപ്പറിൽ എഴുതിയിട്ടും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ സ്ലൈഡ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അത് വെറുതെ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാണ്ട് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ എന്നിട്ടും അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. ഓക്കെ, ഡൗട്ട് അവിടെ വെക്കരുത്, ചോദിക്കണം. പറഞ്ഞുതരും, എത്ര വേണേൽ പറഞ്ഞുതരും.